സീറോ മലബാർ സഭയില് വിശദീകരിക്കാനാകാത്ത വിഡ്ഢിത്തമാണ് മാനിക്കേയൻ കുരിശുവണക്കം. അതൊരിക്കലും ക്രൂശിത രൂപത്തിന് പകരമോ കേരള ക്രൈസ്തവന്റെ കൊടിയടയാളമോ ആകുന്നതേയില്ല. കത്തോലിക്ക വിരുദ്ധമായ പഠനങ്ങൾ കൊണ്ടും ക്രൈസ്തവ വിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ കൊണ്ടും വിശ്വാസികളെ നാണം കെടുത്താൻ മത്സരിക്കുകയാണ് സീറോ മലബാർ സഭയിലെ പല മെത്രാന്മാരും. സഭയുടെ അധ്യക്ഷൻ കത്തോലിക്ക ദേവാലയത്തിന്റെ അൾത്താരയിൽ നിന്നുകൊണ്ട് ഗുജറാത്തിലെ ബറൂച്ചിലാണ് സെന്റ് തോമസ് വന്നതെന്നും തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തെ അധികരിച്ച് പ്രസ്താവിക്കുന്നു. ആ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. ആഗോള കത്തോലിക്ക സഭ നിരോധിച്ചിട്ടുള്ള പുസ്തകമാണ് തോമായുടെ നടപടികൾ അഥവാ തോമായുടെ സുവിശേഷം. തോമാസ് ലീഹായുടെ ശിഷ്യന്മാരോ അത് എഴുതിയതല്ലെന്നും ഒരുവനും ആ പുസ്തകം വായിക്കാതിരിക്കട്ടെ എന്നുമാണ് ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പറഞ്ഞത്. 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സിറിൽ പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലും മനസ്സിലാകാത്ത മണ്ടത്തരമാണോ സീറോ മലബാർ സഭ? പ്രസ്തുത പുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ ഇരട്ട സഹോദരനാണ് തോമാസ് ലീഹ. അടിമകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി യേശു ക്രിസ്തു തോമാസ് ലീഹായെ വിൽക്കുകയാണ്. ഇതൊക്കെയും സീറോ മലബാർ സഭയുടെ നിലപാടുകളാണ്. അബദ്ധപ്രസംഗങ്ങൾ നടത്തുന്ന സഭാധ്യക്ഷന്റെ പ്രസംഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് ചങ്ങമ്പുഴയുടെ വരികളാണ്. തക്കംപോൽ പറയുന്ന സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്കല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കടന്നുവരുന്ന വാക്കാണ് പുളിമാവ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പുളിച്ചതല്ല, സാമാന്യം വളിച്ചതാണ്. ഇനിയെങ്കിലും തക്കംപോൽ പറയുന്ന സാമർത്ഥ്യം നിർത്തി ക്രൂശിത രൂപം കയ്യിലെടുത്ത് കത്തോലിക്ക മതവിശ്വാസത്തിന് സാക്ഷ്യം പകരാൻ സഭാധ്യക്ഷൻ തയ്യാറാകണം. ചങ്ങനാശ്ശേരിയിൽ ഒരു പിതാവ് വിശ്വാസ പ്രമാണത്തിന് വ്യാഖ്യാനങ്ങൾ നൽകുന്നവയെ പൗരസ്ത്യ സഭകളുമായി താരതമ്യം ചെയ്യുകയും ചങ്ങനാശ്ശേരി ഒരു പൗരസ്ത്യ സഭയാണെന്ന് പറഞ്ഞു വെക്കുന്നു. 1700 വർഷം പഴക്കമുള്ള കൽദായ പാരമ്പര്യമാണ് ചങ്ങനാശ്ശേരി അവകാശപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഡച്ച് രേഖകളിൽ അവർ റോമാ സഭക്കാരാണ്. ചങ്ങനാശ്ശേരിയിൽ എന്നാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായതെന്ന് ചോദിക്കുന്നില്ല, എന്നാണ് മനുഷ്യവാസം ഉണ്ടായതെന്നും ചോദിക്കുന്നില്ല. ചങ്ങനാശ്ശേരി എന്ന കരപ്രദേശം ഭൂമി മലയാളത്തിൽ ഉണ്ടായിട്ട് കേവലം 8 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ എന്നറിയുക. ഇവർ സ്വയം റോമൻ കത്തോലിക്കരെന്നും ആഗോള റോമൻ കത്തോലിക്ക സഭയെ ലത്തീൻ സഭക്കാരെന്നുമാണ് വിശേഷിപ്പിക്കുക. നാഴികയ്ക്ക് 40 വട്ടം ലത്തീൻ സഭകളെന്ന് ആക്ഷേപിക്കുന്നവർ വിദേശത്തുള്ള ലത്തീൻ സഭകളിൽ, ലത്തീൻ പള്ളികളിൽ ചാപ്ലിൻ പദവിക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന വൈദികരും അത് മേടിക്കുന്ന മെത്രാനുമുള്ള സഭയാണ് സീറോ മലബാർ സഭയെന്നും അറിയുക. ഒരു നാട്ടുമെത്രാനു വേണ്ടി കുതിച്ച ജനത ഇന്ന് മെത്രാന്മാരെ മുട്ടി നടക്കാൻ പറ്റാത്ത കാലമായപ്പോ ഈ മെത്രാന്മാരുടെ വെളിവേടുകൾ കൊണ്ട് എത്രമാത്രമാണ് സമൂഹത്തെ ദുഷിപ്പിക്കുന്നത്. ക്രിസ്തീയത എന്ന പ്രകാശവീതിയിൽ നിന്നും സമുദായമെന്ന ഇരുട്ടുമുറികളിലേക്ക് വിശ്വാസികളെ തള്ളിയിട്ടത് മെത്രാന്മാരാണ്. ഒരു നദിയായി ഒഴുകേണ്ടതിന് പകരം സുരക്ഷിതമായ കമ്പാർട്ട്മെന്റ് യാത്രകളാണ് അവർക്ക് പ്രിയകരം. അനുഷ്ഠാനങ്ങളിൽ ഐക്യരൂപം അടിച്ചേൽപ്പിക്കപ്പെടേണ്ടവയല്ല. കുണ്ടുകുളം പിതാവ് തുള്ളൽ നിർത്തുമ്പോഴും ഇടപ്പള്ളിയിലെ കോഴിവെട്ട് നിയന്ത്രിക്കപ്പെടുമ്പോഴും സഭയിൽ നവോത്ഥാനമുണ്ടായെങ്കിൽ ഇന്ന് തലവെട്ടിത്തുള്ളുന്ന മെത്രാന്മാരാണ് സഭയെ നയിക്കുന്നത്. വിശ്വാസ വഴികളിൽ ഇടർച്ചകളുണ്ടാക്കിയ പ്ലാസിഡല്ല, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സ്വയം ബലിയായി മാറിയ ജോളി സക്കറിയയാണ് വിശുദ്ധ താരകം. ആദിത്യൻ, ആന്റണി കരിയിൽ, ജോളി സക്കറിയ, സീറോ മലബാർ മെത്രാൻ സംഘത്തിന്റെ കയ്യിൽ രക്തക്കറ പടരുകയാണ്. 1500 ശേഷം മാത്രമാണ് മധ്യ തിരുവിതാംകൂറിലേക്ക് ക്രിസ്തുമതം എത്തിയതെന്നും അത് കത്തോലിക്ക മതമായാണ് കടന്നു വന്നതെന്നും അതിന് ചരിത്രത്തിൽ തെളിവുകളുണ്ടെന്നും അറിയുക. അബദ്ധ പഠനങ്ങളുടെ അപാര തീരങ്ങളിൽ
കണ്ണടച്ചിരിക്കുന്ന ഒട്ടകപക്ഷിയാണ് സീറോ മലബാർ സഭ. ഇനിയെങ്കിലും മോഹിനിയാട്ടം നിർത്തി തെറ്റുതിരുത്താൻ ഈ സത്യഭാമന്മാർ തയ്യാറാകണം. അങ്കമാലി എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഈ പോരാട്ടം എറണാകുളത്ത് ഒതുക്കി നിർത്തുന്നു എന്നുള്ളതാണ്. കേരള ക്രൈസ്തവ സമൂഹത്തിൽ ആകമാനം ഒരു നവോത്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അബദ്ധ പഠനങ്ങളുടെ പേരിൽ വിശ്വാസികളെ പീഡിപ്പിച്ചും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചും മെത്രാൻ സംഘങ്ങൾ പെരുമാറുമ്പോൾ നിറഞ്ഞ വിശ്വാസത്തോടെ, തികഞ്ഞ ബോധ്യത്തോടെ പറയട്ടെ, കത്തോലിക്ക ദേവാലയങ്ങളിൽ ക്രൂശിത രൂപങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് കാണാതെ ഈ തലമുറ കടന്നുപോകില്ല.